its objectives, what are its features. Today our topic is the importance of cooperation. Every cooperative organization has its own importance or significance. Cooperatives have much more benefits towards its society. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അതിൻ്റെ സൊസൈറ്റിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡെറൈവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്നത്. ബ്രോഡ്ലി ആ ബെനിഫിറ്റ്സിനെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് ഇക്കണോമിക് ബെനിഫിറ്റ്, another social benefit, and the last one educational benefits. ഈ മൂന്ന് ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് ഇനി ബ്രോഡ്ലി ഡിസ്കസ് ചെയ്യാം. സിഗ്നിഫിക്കൻ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേഷനിൽ നമ്മൾ പറഞ്ഞു അതിന് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതിൽ ഫസ്റ്റ് വൺ ഇക്കണോമിക് ബെനിഫിറ്റാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഇക്കണോമിക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഫസ്റ്റ് അതിൽ തന്നെ ഇക്കണോമിക് ബെനിഫിറ്റിൽ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് ബെനിഫിറ്റ് ഇറ്റ് പ്രൊവൈഡ് സർവീസ് ടു വീക്കർ സെക്ഷൻ എന്നാണ്. ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയ ആളുകൾക്ക് എന്ത് കൊടുക്കുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും വലിയ ഇക്കണോമിക് ബെനിഫിറ്റ് കേട്ടോ. അതെങ്ങനെയാണ് ആ വീക്കർ സെക്ഷന് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് നെക്സ്റ്റ് പോയിന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് വൺ പറയുന്നത് പ്രൊഡക്ഷൻ അറ്റ് ലോവർ കോസ്റ്റ്, അതായത് വീക്കർ സെക്ഷനെ എൻ്റെ ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ സർവീസുകൾ എന്ത് ചെയ്യുന്നു, ലോവർ കോസ്റ്റിൽ അവൈലബിൾ ആക്കിക്കൊണ്ട് വീക്കർ സെക്ഷനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ആര് നടത്തുന്നത്, ഓരോ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനും നടക്കുന്നത്. അപ്പോൾ വീക്കർ സെക്ഷൻ ആവശ്യമായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് ചീപ്പർ കോസ്റ്റിൽ അവൈലബിൾ ആക്കി അവരുടെ ഹ്യൂമൻ വൺസ് ആൻഡ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ധാരാളം ഇക്കണോമിക് ബെനിഫിറ്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ ഇഗാലിറ്റേറിയൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആർ മോർ ഇഗാലിറ്റേറിയൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകം വെൽത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ അതിൽ വളരെയധികം ശ്രദ്ധയോട് കൂട്ടി, അതായത് അതിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്താണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇൻകം വെൽത്തും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നില്ല, ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെ ഡിസ്ക്രിമിനേഷനെ കുറയ്ക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നു, നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കൊണ്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ് പ്രൊട്ടക്ഷൻ ഫ്രം മോണോപ്പൊളീസ്. കൺസ്യൂമേഴ്സിനെ മോണോപ്പൊളീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു സിംഗിൾ സെല്ലർ മാത്രമുള്ളെങ്കിൽ അവിടെ മോണോപ്പൊളിസ്റ്റിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് കുറേ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഒരുമിച്ച് കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത്തരം മോണോപ്പൊളീസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എലിമിനേറ്റിംഗ് മിഡിൽമാൻ. മിഡിൽമെൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ മിഡിൽമാനെ എലിമിനേറ്റ് ചെയ്യും? മിഡിൽമാനെ എലിമിനേറ്റ് ചെയ്യും സാധിക്കും. അപ്പോൾ നമ്മുടെ ആ മിഡിൽമാനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ധാരാളം ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യും. നമുക്കറിയാം കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് തന്നെയാണ് എലിമിനേറ്റിംഗ് മിഡിൽമാൻ എന്നുള്ളത്. മിഡിൽമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം പ്രത്യേക സെക്ഷനിൽ പെടുന്ന ആളുകളാണ്. അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒരുപോലെ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്ന ഒരു സെക്ഷനാണ് മിഡിൽമാൻ എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ കൺസ്യൂമേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് മുഴുവൻ അവർക്ക് അവൈലബിൾ ആവാതെ വരുന്നു. അപ്പോൾ ആ കൺസ്യൂമേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ആ എക്സ്പ്ലോയിറ്റേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും, നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കൊണ്ട്. എങ്ങനെയാ വെച്ചാൽ നമുക്കറിയാം നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരിക്കലും പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത്, സർവീസ് ടു ദ കമ്മ്യൂണിറ്റി എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി പ്രവർത്തിക്കുമ്പോൾ ഈ മിഡിൽമാൻ ചെയ്യുന്ന ഫങ്ഷൻസ് വളരെ മാർജിനൽ റേറ്റിന് വേണ്ടിയിട്ടാണ് അവർ നടപ്പിലാക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും അവർക്ക് ഡിറൈവ് ചെയ്യേണ്ട ബെനിഫിറ്റ് അവർക്ക് ഡിറൈവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന നല്ലൊരു ഇക്കണോമിക് ബെനിഫിറ്റാണ് കേട്ടോ.
കൂടാതെ നെക്സ്റ്റ് അബോളിഷിങ് മാർക്കറ്റ് മാൽ പ്രാക്ടീസസ്. നമുക്കറിയാം മാർക്കറ്റിലെ അൺലോഫുൾ പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന്. ഹൈ പ്രൈസ്, ഫ്രോഡലൻ വെയ്റ്റ് മെഷേഴ്സ്, അഡൾട്ടേഡ് ഗുഡ്സ്, അതുപോലെ ഹോർഡിങ്, സ്പെക്കുലേഷൻ, ഇത്തരത്തിലുള്ള പ്രാക്ടീസസിനൊക്കെ ആരും അവോയ്ഡ് ചെയ്യുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റി. നമുക്കറിയാം ഫെയർനെസ്സോട് കൂടിയിട്ട്, ഹോണസ്റ്റിയോട് കൂടിയിട്ട്, എത്തിക്കൽ സ്റ്റാൻഡേർഡ് കൂടിയിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ആർക്കുള്ളത്? കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഉള്ളത്. അല്ലാതെ കൺസ്യൂമേഴ്സിന്, പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ അവരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് മാർക്കറ്റ് എക്സ്പ്ലോയിറ്റേഷൻ നടത്തി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല കേട്ടോ. സൊസൈറ്റിക്ക് നല്ല ഫെയർ കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് മാർക്കറ്റിൽ ഇത്ര മാൽ പ്രാക്ടീസസ് ഒന്നും കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യില്ല, അഡാപ്റ്റ് ചെയ്യില്ല. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇത്തരം പ്രാക്ടീസസ് ഓൾറെഡി അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് ആർക്കും നമ്മുടെ സൊസൈറ്റിയിലുള്ള, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് പ്രൈവറ്റ് ട്രേഡേഴ്സിനും ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, കോഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് എംപ്ലോയർ എംപ്ലോയി. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ ക്രിയേറ്റ് ബെറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ് കോഡിയലാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ എംപ്ലോയി എന്നുള്ള ആ വേരിയേഷൻ തന്നെ അല്ലേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ഒക്കെ മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തില്ല, ആ ക്ലാസ്സിലുള്ള സ്ട്രഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ആ റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ ബെറ്റർ കോഡിയലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത്. കൂടാതെ നോ സ്കോപ്പ് ഫോർ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് ഇല്ല. കാരണം നമുക്കിവിടെ എന്ത് വേണ്ട, മാക്സിമം പ്രോഫിറ്റൈസേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്പെക്കുലേഷൻ ഇല്ല. നമ്മുടെ ഹ്യൂമൻ നീഡ്സിന് വാഡ്സിനായി, അതായത് ഇക്കണോമിക്കലി പുവറായിട്ടുള്ള, ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സ്പെക്കുലേഷന് സ്കോപ്പില്ല. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഇവരത് ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്പെക്കുലേഷൻ എന്നുള്ള കാര്യം നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റൂറൽ അപ്ഗ്രഡേഷനാണ്. എങ്ങനെയാണ് റൂറലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക? അതായത് റൂറൽ കോപ്പറേറ്റീവ്സ് എപ്പോഴും പ്രൊവൈഡിങ് ലോൺസ്, ഫെർട്ടിലൈസർ, സീഡ്സ്, ഇതൊക്കെ റൂറൽ ഏരിയയിൽ കൂടുതൽ ഫാമേഴ്സാണ് ഉണ്ടാവുക, അവർക്ക് അവൈലബിൾ ആക്കും. കൂടാതെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഒറ്റയടിക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ കൂടെ അവർ റീസണബിൾ റേറ്റിന് വാങ്ങിയെടുക്കുകയും ആ പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്ന രീതിയിൽ അത് വിറ്റഴിച്ച് അതിന് പ്രോഫിറ്റബിൾ പോർഷൻ ഈ റൂറൽ പോപ്പുലേഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വലിയ പ്രോബ്ലം സോൾവിങ് ആണ് അവർ ചെയ്യുന്നത്. അത് എന്താ കാരണം വെച്ചാൽ ഈ റൂറൽ പോപ്പുലേഷന് അവർക്ക് കൃഷി ചെയ്യാൻ എന്തില്ല, പൈസ ഇല്ല, അതിനാവശ്യമായിട്ട് സൗകര്യങ്ങളില്ല. അപ്പോൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും ഒപ്പം ഓരോ പ്രൊഡ്യൂസേഴ്സിനെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തിട്ട് അവർക്കൊരു റെഗുലർ ഇൻകം ക്രിയേറ്റ് ചെയ്യുക. ആ റെഗുലർ ഇൻകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ റൂറൽ പോപ്പുലേഷൻ്റെ മുഴുവൻ ഇക്കണോമിക് അപ്ഗ്രഡേഷനാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദ ലാസ്റ്റ് വൺ, ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൽ ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു, സെൽഫ് എംപ്ലോയ്മെൻറ്റിനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് നമ്മുടെ റൂറൽ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഇക്കണോമിക് അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടുള്ള ധാരാളം ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഈ രീതിയിൽ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബെനിഫിറ്റ്സ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ബേസിക്കലി എ സോഷ്യോ ഇക്കണോമിക് ഓർഗനൈസേഷൻ. So it derivates more and more social benefits to the community എന്നാണ് പറയുന്നത്. കമ്മ്യൂണിറ്റിക്ക് ധാരാളം സോഷ്യൽ ബെനിഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് സോഷ്യൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ക്രിയേറ്റ് കമ്മ്യൂണിറ്റി വെൽഫെയർ. കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള വെൽഫെയർ ക്രിയേറ്റ് ചെയ്യും. നമുക്കറിയാം കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാംസുകൾ ധാരാളം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. കമ്മ്യൂണിറ്റിയുടെ ഇംപ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ആക്ഷൻ തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. കൂടാതെ ക്രിയേറ്റ് റിച്ചർ ആൻഡ് ഹാപ്പിയർ എൻവയോൺമെൻറ്റ് ഇൻ ദ റൂറൽ പോപ്പുലേഷൻ ടുവാർഡ്സ് ദ റൂറൽ പോപ്പുലേഷൻ. റൂറൽ പോപ്പുലേഷന് റിച്ചർ ആൻഡ് ഹാപ്പിയർ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്ലാസ് സ്ട്രഗിൾ ഇല്ല, പിന്നെ ഇൻകംത്തിലും വെൽത്തിലും ഡിസ്ക്രിമിനേഷൻ ഇല്ല, പിന്നെ എംപ്ലോയി റിലേഷൻഷിപ്പ് കോഡിയലാണ്. അപ്പോൾ ഇവിടെ റിറ്റ്സ്, വയലൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു റിച്ചർ ആൻഡ് ഹാപ്പിയർ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു.
നെക്സ്റ്റ് റെഡ്യൂസസ് ദ ടെൻഷൻ അറ്റ് വർക്ക്. അതായത് വർക്ക് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. ഇവർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വർക്കിംഗ് ടുഗദറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിനെ യൂണിയൻലി നമ്മളിരുന്ന് ചെയ്യുന്ന കാരണം കൊണ്ട് ഈക്വൽ കണ്ടീഷനോട് കൂടിയിട്ട് ഈക്വൽ വേജസോട് കൂടിയിട്ട് അല്ലേ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടി ചേർന്നിരുന്ന് പ്രവർത്തിക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് പോലെയല്ലല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയറിലെ വർക്കേഴ്സിൻ്റെ ടെൻഷൻസ് സ്ട്രഗിൾസിനെ ഇല്ലാണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ക്രിയേറ്റ് ഈക്വാളിറ്റി. അതായത് ഓൾ ആർ ഈക്വൽ എന്നുള്ളത് നമ്മുടെ കോപ്പറേറ്റീവ്സിൻ്റെ ഒരു സ്ലോഗൻ തന്നെയാണ്. എല്ലാവരിലും ഈക്വാളിറ്റി എന്നുള്ള ഫീലിംഗ്. നമുക്ക് ഇൻകത്തിലും വെൽത്തിലും ഡിസ്ക്രിമിനേഷൻ ഇല്ല, എല്ലാവരും ഈക്വലാണ്, എല്ലാവർക്കും ഒരേ ഇൻകാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനെയും ഒരുപോലെ നമ്മൾ കാണുന്നു അല്ലേ. അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് സ്ട്രഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈക്വാലിറ്റിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സാധിക്കുന്നതാണ്. കൂടാതെ ഡെമോക്രാറ്റിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. എങ്ങനെയാണ് ഡെമോക്രാറ്റിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക? നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ഓർഗനൈസേഷൻസ് ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് ഡെമോക്രസിയിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് അവർ പഠിപ്പിക്കുകയാണ് ചെയ്യണത് എങ്ങനെയാണ് ഡെമോക്രസി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഡെമോക്രസിയിൽ കിട്ടുന്ന എല്ലാ റൈറ്റ്സും ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഡെമോക്രാറ്റിക് സിറ്റുവേഷൻ പോലെ ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് സഹായിക്കുന്നു. കൂടാതെ സോഷ്യൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി. നമുക്കറിയാം നമ്മുടെ ലോകമഹായുദ്ധങ്ങൾ പോലും കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ICA പോലെയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇടപെട്ടിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ പീസ്ഫുൾനെസ്, അതുപോലെ സ്റ്റെബിലിറ്റി മീൻസ് നമ്മുടെ ഇൻകത്തിലുള്ള സ്റ്റെബിലിറ്റി, വെൽത്തിലുള്ള സ്റ്റെബിലിറ്റി, അതുപോലെ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റെബിലിറ്റി, റിറ്റ്സ് വയലൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കൽ, ഇത് നമ്മുടെ സോഷ്യൽ പീസ്. അതായത് ആളുകൾക്ക് റെഗുലർ ഇൻകം ക്രിയേറ്റ് ചെയ്താൽ തന്നെ അവരെന്തായി റിറ്റ്സിനും വയലൻസിനും അവർ മാറിപ്പോയി അല്ലേ. അപ്പോൾ ആ ഇക്കണോമിക് ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും കേട്ടോ. നെക്സ്റ്റ് ഇക്വിറ്റബിൾ പോളിസീസ് ഇൻ ട്രേഡ്. അതായത് ട്രേഡിൽ വളരെ ഇക്വിറ്റിയാണ്. ഇക്വിറ്റി മീൻസ് നീതിയാണ്, ന്യായത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ എപ്പോഴും പ്രോഫിറ്റബിലിറ്റിക്കല്ല. നമ്മൾ അൺഫെയർ പ്രാക്ടീസസ് ഒക്കെ ഒഴിവാക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റി അപ്ഗ്രേഡ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രേഡിൽ നമുക്ക് എന്തൊക്കെ പ്രാക്ടീസ്, ഏത് തരത്തിലുള്ള ഇക്വിറ്റീസ് എത്തിക്സ് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ നല്ല സോഷ്യൽ ബെനിഫിറ്റാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോഷ്യൽ ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് നമ്പർ 3 എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്, കുറേ കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്, എന്തൊക്കെ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ആണ് ഡെറൈവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കോപ്പറേഷൻ, ഫെയർനെസ്, ടോളറൻസ്, കറേജ്, ഇതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സാധിക്കുന്നു. കൂടാതെ വാല്യൂസ് ഓഫ് ലൈഫ്, നമുക്കറിയാം ഹ്യൂമൻ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഹോണസ്റ്റി, ഫെയർനെസ്, ട്രൂത്ത്ഫുൾനെസ്, ഇതൊക്കെ നമുക്ക് ഓൾ ആർ ഈക്വൽ, സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവരെ മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. ആ മെമ്പേഴ്സിൽ കൂടെ അവർക്ക് നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്പർ പറയുന്നത് എന്താ വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ടു ഹ്യൂമൻ സ്പിരിറ്റ് ആൻഡ് ഫീലിങ്സ്. നമുക്ക് പ്രോഫിറ്റബിലിറ്റിക്ക് ലാഭം എന്ന് മാത്രമല്ല, ഹ്യൂമൻ ബീയിങ്സിന് അവരുടെ സ്പിരിറ്റിന്, അവരുടെ ഫീലിങ്സിന്, ഇതിനൊക്കെ മോർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ജീവിക്കാൻ നമ്മുടെ സൊസൈറ്റിയിലെ ആളുകളെ നമ്മൾ പഠിപ്പിക്കുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ്, അത് ഒരു വലിയ എഡ്യൂക്കേഷനാണ്. എങ്ങനെയാണ് ഡെമോക്രാറ്റിക് സ്റ്റൈലിൽ ഒരു ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. 1 man 1 vote എന്നുള്ള പ്രിൻസിപ്പിളോട് കൂടിയിട്ട്, ഓൾ ആർ ഈക്വൽ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നല്ല ഇക്വിറ്റിയോട് കൂടിയിട്ടുള്ള ഇൻകം വെൽത്തും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻസ്. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെ ഓൺ ചെയ്യാം, എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ റൺ ചെയ്യാമെന്ന് നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് പഠിപ്പിക്കുന്ന വലിയൊരു എഡ്യൂക്കേഷണൽ ബെനിഫിറ്റാണ്. കൂടാതെ ഹ്യൂമൻ വാല്യൂസ് എന്താണ്,
എന്താണ് ഹ്യൂമാനിറ്റി ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതോരേക്കാൾ അപ്പുറത്തേക്ക് ബിസിനസ് വിത്ത് എത്തിക്സ്, എങ്ങനെ നമ്മൾ ഹ്യൂമൻ എത്തിക്സോട് കൂടിയിട്ട് ബിസിനസ് എത്തിക്സോട് കൂടിയിട്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസ് റൺ ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം, എത്തിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെ എത്തിക്സ് ഉണ്ടാക്കിയെടുക്കാം, ഏതൊക്കെ രീതിയിൽ എത്തിക്സ് നമുക്ക് എന്തൊക്കെ എത്തിക്സ് നമുക്ക് കൊണ്ടുവരാം നമ്മുടെ ബിസിനസ്സിലെ ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ക്യാപിറ്റലിനേക്കാൾ പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ എത്തിക്സ് നമ്മുടെ ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം എന്നുള്ള കാര്യം. കാരണം നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് എ ബിസിനസ് വിത്ത് എത്തിക്സ് ആണ്, എത്തിക്സോട് കൂട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റും കൂടി നമുക്ക് നമ്മൾ എഡ്യൂക്കേഷണൽ ബെനിഫിറ്റായിട്ട് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി തരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ പറയുന്നത്. ഈ ബെനഫിറ്റ്സ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുന്നത് കൊണ്ടാണ് അതാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്ന കാര്യം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് വാല്യൂസ് ഓഫ് കോപ്പറേഷൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ദ ബേസിക് pillars of the cooperative movement. Values are the basic pillars of the cooperative movement എന്നാണ് പറയുന്നത് കേട്ടോ. ആ കോപ്പറേഷൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസം കിട്ടാനായിട്ട് അതിന് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള നോംസ്, കണ്ടീഷൻസ്, കൺസെപ്റ്റ്സ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ കോപ്പറേഷൻ്റെ വാല്യൂസ്. നമുക്കറിയാം ഹ്യൂമൻ വാല്യൂസ് എന്താണ്. ഒരു ഗുഡ് ഹ്യൂമൻ ആയി തീരാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ വാല്യൂസ് ഹോണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ്, ജസ്റ്റിസ്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ നല്ല മനുഷ്യനാണെന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനെ വിളിക്കില്ല, തന്നെ മൃഗത്തിൻ്റെ സ്വഭാവം എന്ന് പറയില്ല. അതുപോലെ അപ്പോൾ നമ്മൾക്ക് മനുഷ്യൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസം അതില്ലാതെ നഷ്ടപ്പെടില്ലേ. അതുപോലെ ഈ ബേസിക് ആയിട്ടുള്ള വാല്യൂസ് നമ്മുടെ കോപ്പറേഷനിൽ ഇല്ലെങ്കിൽ നമ്മുടെ കോപ്പറേഷൻ്റേത് ക്യാരക്ടറിസേ ഇല്ലാതെ ആ കോപ്പറേഷനെ അല്ലാണ്ടായി മാറും എന്ന് പറയും. അപ്പോൾ കോപ്പറേഷൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് കൊണ്ട് നടക്കേണ്ടതായിട്ടുള്ള ബേസിക് പില്ലേഴ്സ്, കൺസെപ്റ്റ്സ്, നോംസ്, കണ്ടീഷൻസ്, ക്യാരക്ടറിസം, തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വാല്യൂസ് ഓഫ് കോപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കോപ്പറേഷൻ്റെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ എന്ത് കിട്ടും, കോപ്പറേഷൻ്റേതായിട്ടുള്ള ക്യാരക്ടർ കിട്ടും കേട്ടോ. അപ്പോൾ കോപ്പറേഷൻ്റേതായിട്ടുള്ള ജെന്യൂനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അതിൻ്റെ വാല്യൂസ് അത് ക്രിയേറ്റ് ചെയ്യണം, ആ വാല്യൂസോട് കൂടി പ്രവർത്തിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വാല്യൂ മീൻസ് റിലേറ്റീവ് നോംസ്, റേഷണാലിറ്റി, കൺസെപ്റ്റ്സ്, നോംസ്, കണ്ടീഷൻസ്, ക്യാരക്ടറിസംസ് ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് കോപ്പറേഷൻ്റെ വാല്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ICA 1995 കുറച്ച് വാല്യൂസ് കോപ്പറേഷൻ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ആർ സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാളിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. സെൽഫ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മൈസെൽഫ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഡെമോക്രസി എന്താ, നമുക്കറിയാം വൺ മാൻ വൺ വോട്ട് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കൊണ്ട് മെമ്പേഴ്സിനാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇക്വാളിറ്റി, ഓൾ ആർ ഈക്വൽ എന്നാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഫെയർനെസ് ആണ് കാണിക്കുന്നത്. അതിൽ ആ ഒരു നീതിയുക്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. സോളിഡാരിറ്റി, നമുക്കറിയാം സാഹോദര്യം, നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരെന്നുള്ള ഒരു രീതി ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ICA കോൺഗ്രസ്സിലെ ICA അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സെർട്ടൻ വാല്യൂസ് ആയിട്ട് നമുക്ക് പറയുന്നത്. നെക്സ്റ്റ് ഇനി റോക്ക്ഡെയിൽസ് എത്തിക്കൽ വാല്യൂസാണ്. റോക്ക്ഡെയിൽസിന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, നമുക്ക് റോക്ക്ഡെയിൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട് ധാരാളം. റോക്ക്ഡെയിൽസ് എന്ന് പറഞ്ഞാൽ ദ പയനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത് ക്രോക്കഡൈൽസിനെ. അതായത് ബ്രിട്ടനിലാണ് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തത്. ബ്രിട്ടനിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ബ്രിട്ടനിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള 24 ഫ്ലാനൽ വീവേഴ്സ് ആയിട്ടുള്ള 24 പേരടങ്ങുന്ന ഒരു സംഘം ഫ്ലാനൽ വീവേഴ്സിൻ്റെ അവർ 24 പൗണ്ട് കോൺട്രിബ്യൂഷൻ ആക്കി എടുത്തുകൊണ്ട് ആദ്യമായിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചു. ഇറ്റ് വാസ് എ
കൺസ്യൂമബിൾ സൊസൈറ്റി. ഈ റോക്കഡൈൽസിൻ്റെ കൺസ്യൂമബിൾ സൊസൈറ്റി റോക്കഡൈൽ ഇക്വിറ്റബിൾ സൊസൈറ്റി എന്ന് പിന്നീട് അറിയപ്പെട്ടു. ഈ റോക്കഡൈൽ ഇക്വിറ്റബിൾ സൊസൈറ്റി ആണത്രേ നമ്മൾ ഇന്ന് കാണുന്ന കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഒരു എൻലൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തത് അവരാണ്. അതുകൊണ്ട് സോ ദേ ആർ കോൾഡ് പയനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ ഏറ്റവും ബേസിക്കലി ഉള്ള നമ്മുടെ കോപ്പറേഷൻ്റെ വാല്യൂസാണ് ഈ താഴെ വീഡിയോയിൽ കാണുന്ന 4 പോയിൻറ്റ്സ്. അതായത് ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡാണ് കോപ്പറേഷൻ എന്നാണ് ഇത് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ ഹോണസ്റ്റി, 2 ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഓഫ് അതേഴ്സ്. അപ്പോൾ ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കണം. പഴയ കാലത്തൊക്കെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിലെ മെമ്പേഴ്സ് വളരെ ഹോണസ്റ്റ് ആൻഡ് ട്രൂത്ത്ഫുള്ളായിട്ടുള്ള ആളുകളായിരിക്കണം എന്നൊരു കണ്ടീഷൻ തന്നെയായിരുന്നു. പിന്നെ വോളണ്ടറി അസോസിയേഷൻ എന്നുള്ള പോലെ ഓപ്പൺനെസ്സാണ്, എല്ലാവർക്കും വരും പോവുകയൊക്കെ ചെയ്യാം. പിന്നെ സൊസൈറ്റിയോട് വളരെ റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നാണ് അടുത്ത വാല്യൂ. പിന്നെ പറയുന്നത് കെയറിങ് ഓഫ് അതേഴ്സ്. നമ്മൾ നമ്മുടെ കാര്യമല്ല, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ കൂടി നമ്മുടെക്കാൾ താഴെ നിൽക്കുന്നവരെ കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ, അവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ഉദ്ദേശം കൂടി കൊടുത്തുകൊണ്ടാണ് റോക്കഡൈൽസ് 18th സെഞ്ച്വറിയിൽ കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തത്. അവരന്ന് ബേസിക്കലി കൊണ്ടു നടന്ന കാര്യങ്ങളാണ് കോപ്പറേഷൻ്റെ എത്തിക്കൽ വാല്യൂസ് എന്നറിയപ്പെടുന്നത്. റോക്കഡൈൽസിൻ്റെ എത്തിക്കൽ വാല്യൂസാണ് ഈ 4 എണ്ണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോപ്പറേഷൻ്റെ വാല്യൂസിനെ കുറിച്ചിട്ടാണ്. ദ ബേസിക് പില്ലേഴ്സ് ഓർ ദ ക്യാരക്ടറിസം ആണ് കോപ്പറേഷൻ്റെ ക്യാരക്ടറിസത്തെ കാണിക്കുന്ന ബേസിക് പില്ലേഴ്സ് ആണ്, ബേസിക് ഫൗണ്ടേഷൻസ് ആണ്. വാല്യൂസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് കണ്ടേക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത് കണ്ടതിന് ശേഷം നന്നായി പഠിക്കുക ഈ ടോപ്പിക്സിനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.